ഒരു ആരാധനാലയത്തിൽ നിന്നും, ഒരു ക്ഷേത്രത്തിൽ നിന്നും, ഒരു പള്ളിയിൽ നിന്നും, ഒരു ചർച്ചിൽ നിന്നും ഒരു പൈസയും സർക്കാർ എടുക്കുന്നില്ല. സർക്കാർ നിർലോഭം അവക്കൊക്കെയുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. മമ്പുറം മക്കാമിനോടനുബന്ധിച്ച് അതിമനോഹരമായിട്ടുള്ള 2 പാലങ്ങൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. അത് മക്കാമിൽ നിന്ന് പണമെടുത്തുകൊണ്ടാണോ സർക്കാർ ചെയ്തത്? നിങ്ങൾ പോയി നോക്കൂ മമ്പുറം മക്കാമിൽ. അവിടെ ഒരു വലിയ പാലമുണ്ട്. അതിനു മുൻപ് ചെറിയ വാഹനങ്ങൾക്കും നടന്നു പോകാനും സൗകര്യത്തിൽ മറ്റൊരു ചെറിയ പാലവും നിർമ്മിച്ചിട്ടുണ്ട്. അത് രണ്ടും നിർമ്മിച്ചത് അവിടുത്തെ ഭണ്ഡാരപ്പെട്ടിയിൽ നിന്ന് പണമെടുത്തുകൊണ്ടല്ല, സംസ്ഥാന സർക്കാരിൻ്റെ പണം ഉപയോഗിച്ചുകൊണ്ടാണ്. ശബരിമലയിലേക്ക് ലക്ഷക്കണക്കിന് തീർത്ഥാടകർ വരുന്നു. അതിന് സൗകര്യമൊരുക്കി കൊടുക്കേണ്ടത് ഗവൺമെന്റ് എന്നുള്ള നിലയിൽ ഈ സംസ്ഥാനത്തിൻ്റെ സർക്കാരിൻ്റെ ചുമതലയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് കോടാനുകോടി രൂപ ചെലവിട്ടുകൊണ്ട് ശബരിമലയിലേക്ക് തീർത്ഥാടനത്തിന് പോകുന്നവർക്കുള്ള ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി കൊടുക്കുന്നത്. നമ്മളുടെ സംസ്ഥാനത്ത് എല്ലാ മതവിഭാഗക്കാരുടെയും താല്പര്യങ്ങൾ പരിരക്ഷിക്കപ്പെടുന്നു ഈ സർക്കാരിന് കീഴിൽ. എല്ലാ മതവിഭാഗക്കാരോടും നീതി കാണിക്കുന്നു, ആരെയും അവഗണിക്കുന്നില്ല. മുസ്ലിം ലീഗിന്റെ ചില നേതാക്കന്മാർ ഇപ്പോൾ പറയുന്നത് എന്താണ്? അവർ പറയുന്നത് വരുന്ന ഭരണം മുസ്ലിം സമുദായത്തിന് വേണ്ടി നേടിയെടുത്തേ പറ്റൂ. കഴിഞ്ഞ 9.5 കൊല്ലത്തെ മുസ്ലിം സമുദായത്തിന് നിഷേധിക്കപ്പെട്ട നഷ്ടങ്ങൾ, അവകാശങ്ങൾ തിരിച്ചു പിടിക്കാൻ അതനിവാര്യമാണ്. എന്താണ് കഴിഞ്ഞ 9.5 വർഷത്തിനിടയിൽ മുസ്ലിം സമുദായത്തിന് നഷ്ടപ്പെട്ടത്? എന്ത് നഷ്ടപ്പെട്ടു എന്നാണ് മുസ്ലിം ലീഗിന്റെ സുഹൃത്തുക്കൾ പറയുന്നത്? നമുക്കറിയാമല്ലോ, UDFന്റെ അവസാന ഭരണ സമയത്ത് അബ്ദുൾ റബ്ബ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നതിന്റെ തൊട്ട് അടുത്ത വർഷം 2016 മലപ്പുറം ജില്ലയിൽ 35,000 കുട്ടികൾ 10ാം ക്ലാസ് കഴിഞ്ഞ് +1 അഡ്മിഷൻ കിട്ടാതെ തേരാപ്പാര നടക്കുകയായിരുന്നു. ഓർമ്മയില്ലേ നിങ്ങൾക്ക്? കഴിഞ്ഞ 9.5 കൊല്ലം അത് കുറച്ച് കൊണ്ടുവന്നു. സ്ഥാപനങ്ങൾ അനുവദിച്ചു, സ്കൂളുകൾ പുതിയതായിട്ട് തുടങ്ങി. ഈ വർഷം +1 അഡ്മിഷൻ കിട്ടുന്നില്ല കുട്ടികൾക്ക് എന്ന് പറഞ്ഞുകൊണ്ട് MSF ഒരു സമരം നടത്തിയോ? യൂത്ത് ലീഗ് നടത്തിയോ ഒരു സമരം? നടത്തേണ്ടി വന്നില്ല. കാരണം 10ാം ക്ലാസ് പാസ്സായ മുഴുവൻ കുട്ടികൾക്കും +1 അഡ്മിഷൻ നമ്മളുടെ ജില്ലയിൽ പൂർത്തിയാക്കിയില്ലേ? പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ലല്ലോ അത്. വിദ്യാഭ്യാസ രംഗത്ത് ഒരു നഷ്ടവും മുസ്ലിം സമുദായത്തിന് ഈ 9.5 കൊല്ലത്തിനിടയിൽ ഉണ്ടായി എന്ന് ലീഗിന് അഭിപ്രായമുണ്ടോ? ഉണ്ടെങ്കിൽ പറയട്ടെ. എത്ര കോഴ്സുകൾ കൊടുത്തു അപേക്ഷിച്ചവർക്ക് മുഴുവൻ? ഞാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ചുമതല വഹിച്ചിരുന്ന മന്ത്രിയായിരുന്നല്ലോ, എനിക്കറിയാം. നമ്മളുടെ ഈ ചുറ്റുവട്ടത്തുള്ള മുസ്ലിം മാനേജ്മെന്റ് കോളേജുകളിൽ അടക്കം, KR കോളേജിൽ ഉൾപ്പെടെ അവരപേക്ഷിച്ച എല്ലാ കോഴ്സുകൾക്കും അനുമതി നൽകിയില്ലേ? എയ്ഡഡ് കോഴ്സുകൾ കൊടുത്തപ്പോ തുടക്കത്തിലുള്ള ഒരു കോളേജ് ആയിരുന്നിട്ട് പോലും ശിഹാബ് തങ്ങളുടെ പേരിൽ ആദവനാട്ട് പ്രവർത്തിക്കുന്ന കോളേജിൽ ഒരു എയ്ഡഡ് കോഴ്സ് അനുവദിച്ചില്ലേ? ഒരാളോടും ഒരു തരത്തിലുള്ള വിവേചനവും ഇടതുപക്ഷ സർക്കാർ കാണിച്ചിട്ടില്ല. എല്ലാ വിഭാഗം ആളുകളോടും നീതി കാണിച്ചു. മുസ്ലിം ലീഗിന്റെ 4-5 ആളുകൾക്ക് മന്ത്രിയാകാൻ പറ്റിയില്ല എന്നുള്ള നഷ്ടമല്ലാതെ മറ്റെന്ത് നഷ്ടമാണ് സാധാരണക്കാരായ മുസ്ലിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്? നാടിന്റെ പൊതുവികസനം, ആ പൊതുവികസനം എല്ലാവർക്കും ഉപയോഗിക്കാൻ സാധിക്കുന്നില്ലേ? ദേശീയപാതയുടെ വീതി കൂട്ടി 4-5,000 ഏക്കർ സ്ഥലം അക്വയർ ചെയ്തു. അത് മുഴുവൻ അക്വയർ ചെയ്തതിന് ശേഷം നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് സമർപ്പിച്ചു. UDFന്റെ ഭരണകാലത്ത് 1 ഇഞ്ച് സ്ഥലം ഏറ്റെടുക്കാൻ കേരളത്തിൽ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഫയൽ പൂട്ടിവെച്ച് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഓഫീസ് തിരുവനന്തപുരത്ത് പൂട്ടിച്ച് അതിന്റെ താക്കോലുമായി ഡൽഹിയിലേക്ക് അവരെ പറഞ്ഞയച്ചതാണ്. പിണറായി ഗവൺമെന്റ് ആദ്യം ചെയ്തത് അവരെ തിരിച്ചു വിളിച്ചു.
എന്തൊക്കെ പ്രക്ഷോഭങ്ങളാണ് നമ്മളുടെ നാട്ടിൽ ദേശീയപാതയുടെ ഏറ്റെടുപ്പുമായിട്ട് നടന്നത് നമുക്കറിയാമല്ലോ. UDF-കാര് ആളുകളെ പോയി തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. പൈസ കിട്ടില്ല, പണം തന്നാൽ മാത്രമേ നിങ്ങൾ സ്ഥലം വിട്ടുകൊടുക്കാൻ പാടുള്ളൂ. പൈസ കിട്ടില്ല, എന്നാലും പൈസ കിട്ടില്ല. വീടുകൾ നഷ്ടപ്പെടുന്നവരെ, പറമ്പുകൾ നഷ്ടപ്പെടുന്നവരെ മുഴുവൻ ഭയപ്പെടുത്തിയില്ലേ? എത്ര സംഘടനകളായിരുന്നു സമരരംഗത്ത് ഉണ്ടായിരുന്നത്? ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള സംഘടനകൾ, SDPI പോലെയുള്ള സംഘടനകൾ, RSS-ഉം BJP-യും വേറൊരു ഭാഗത്ത്, ലീഗും കോൺഗ്രസും മറ്റൊരു ഭാഗത്ത്. അങ്ങനെ കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ദേശീയപാതയ്ക്ക് സ്ഥലമേറ്റെടുക്കുന്നതിനെതിരെ വലിയ പ്രക്ഷോഭങ്ങളുടെ കുത്തൊഴുക്കായിരുന്നില്ലേ? എന്നിട്ടും 4000 ഏക്കർ സ്ഥലം, 100 കണക്കിന് വീടുകൾ ഇല്ലാതാക്കി, കെട്ടിടങ്ങൾ ഇല്ലാതാക്കി ഏറ്റെടുക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമാണോ? നിങ്ങൾ എഴുതി വെച്ചോളൂ, കേരളത്തിന്റെ ചരിത്രം എഴുതി വെച്ച് കഴിഞ്ഞു. പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ചെങ്കൂറ്റവും ചങ്കുറപ്പും ഇല്ലായിരുന്നു എങ്കിൽ ഈ ദേശീയപാത ഇവിടെ യാഥാർത്ഥ്യമാകുമായിരുന്നില്ല. സ്ഥലം പോകുന്ന മുഴുവൻ ആളുകളെയും സർക്കാർ വിളിച്ചുകൂട്ടി. അവരോട് പറഞ്ഞു, നിങ്ങളുടെ സ്ഥലത്തിന് ഇത്ര രൂപയാണ് കിട്ടാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് വീട് നഷ്ടപ്പെടുമെങ്കിൽ ആ വീടിന് പുതിയ വീടുണ്ടാക്കാൻ ഇത്ര ലക്ഷം രൂപയാണ് ഗവൺമെന്റ് തരിക. വീടുണ്ടാക്കുന്നത് വരെ നിങ്ങൾക്ക് താമസിക്കാൻ വാടക വീട്ടിൽ വാടക കൊടുക്കാൻ ഗവൺമെന്റ് പണം തരും. നിങ്ങളുടെ വസ്തുവകകളിൽ ഒരു തെങ്ങുണ്ടെങ്കിൽ ആ തെങ്ങിന് നഷ്ടപരിഹാരം നൽകും സർക്കാർ. ഒരു വെണ്ടയുടെ തൈ നിങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ അതിന് നഷ്ടപരിഹാരം നൽകും സർക്കാർ. വേപ്പിന്റെ തൈയിന് പോലും നഷ്ടപരിഹാരം കൊടുത്തു ഗവൺമെന്റ്. അങ്ങനെ കൈ നിറയെ പണം കിട്ടി. ആളുകൾ പറഞ്ഞു, നിങ്ങൾ എടുത്തോളൂ, എത്ര വേണമെങ്കിലും എടുത്തോളൂ. അങ്ങനെ ഒരു മനുഷ്യന്റെ, ഒരു കുടുംബത്തിന്റെ കണ്ണീര് വീണ് കുതിരാത്ത മണ്ണിലൂടെയാണ് 5000 ഏക്കർ സ്ഥലം പിണറായി വിജയൻ ഏറ്റെടുത്തത് എന്നുള്ളത് മറന്നു പോകരുത് ആരും. നന്ദി കാണിച്ചില്ലെങ്കിലും നന്ദികേട് കാണിക്കരുത് ഇടതുപക്ഷ സർക്കാരിനോട്. ഈ ഹൈവേ ഇപ്പൊ വന്നപ്പോ 45 മിനിറ്റ് മതി ഇവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക്. ഒന്ന് പോയി നോക്ക്. 2 മണിക്കൂർ, 2.5 മണിക്കൂർ എടുത്തിരുന്ന യാത്ര ഇന്ന് 45 മിനിറ്റ് കൊണ്ട് നമുക്ക് നടത്താൻ സാധിക്കുന്ന സ്ഥിതി ആരാ ഉണ്ടാക്കിയത്? ഉമ്മൻചാണ്ടിയാണോ? UDF ആണോ? കുഞ്ഞാലിക്കുട്ടിയാണോ? ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ് ഇത് പണി ആരംഭിച്ചത്. 2ാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഇപ്പോ നമ്മൾ ആ റോട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വെറുതെ പറയുന്നതല്ലല്ലോ, നമ്മൾ പോകുന്നുണ്ടല്ലോ അതിലൂടെ. ഫ്ലൈ ഓവറുകൾ, അടിപ്പാതകൾ, ഇതെല്ലാം തന്നെ ബന്ധപ്പെട്ട ജനപ്രതിനിധികളുടെ ആവശ്യമനുസരിച്ച് പണിതു.